ഹലോ ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇവിടെ ഈ അടുത്തൊരു വീട്ടിൽ അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. വീടിന് മുന്നിലൊരു ഗാർഡൻ ഒരുക്കുമ്പോൾ പ്ലാന്റ്സുകൾ അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് ആ ഗാർഡന് ഭംഗി കൂടുന്നതെന്ന് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. വീടിൻ്റെ സിറ്റ് ഔട്ട് മുതൽ തന്നെ അതിമനോഹരമായിട്ട് ശരിക്കും വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ നമുക്ക് കാണാം. ഇവിടെ വെറിയേറ്റഡ് അരേലിയ, സ്പൈഡർ പ്ലാന്റ്, മണി പ്ലാന്റ്, സിങ്കോണിയം ഇതൊക്കെ ഒരുപോലെ ഇരുവശത്തും അതിമനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരുപോലെയുള്ള പോട്ടുകൾ തന്നെയാണ് ഇവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും സ്ക്വയർ പോട്ട് തന്നെ ആയതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് ഈ സിറ്റ് ഔട്ടിനെ അത് ഭംഗിയാക്കി എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ മണി പ്ലാന്റ്, സിങ്കോണിയം പ്ലാന്റ് ഇതൊക്കെ ടവർ പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ജസ്റ്റ് ഒരു PVC പൈപ്പ് വെച്ചിട്ട് അതിൽ ചൂടിക്കാരെ ചുറ്റിയിട്ട് ഇങ്ങനെ ടവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് തന്നെ അതിനുണ്ട്. എല്ലാ പ്ലാന്റ്സും നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് തന്നെയാണ് വളർന്നു വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് വീടിന് മുന്നിൽ നല്ല ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ബാൽക്കണിയിൽ ഒരുക്കിയിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയും നമുക്ക് താഴെ സിറ്റ് ഔട്ടിൽ അറേഞ്ച് ചെയ്തതുപോലെയുള്ള വെൽ അറേഞ്ച്ഡ് പ്ലാന്റ്സുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ബിഗോണിയാസും സിങ്കോണിയവും അതുപോലെ നിറഞ്ഞ പൂക്കൾ വന്ന് നിൽക്കുന്ന ഇംപേഷ്യൻസ് പ്ലാന്റ്സുകളും നമുക്കിവിടെ കാണാം. 2 വെറൈറ്റി ഇംപേഷ്യൻസുകളാണ് ഇവിടെയുള്ളത്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിമനോഹരമായിട്ടുള്ള അടിപൊളി ഒരു പ്ലാന്റാണ് ഇംപേഷ്യൻസ്. നല്ല രീതിയിൽ കെയറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. വെള്ളം ഓവറാവാൻ പാടില്ല, വെയിൽ ഓവറാവാൻ പാടില്ല, മിതമായ രീതിയിൽ എല്ലാം ആവശ്യമുള്ളൊരു പ്ലാന്റാണ് ഇംപേഷ്യൻസ്. നിറഞ്ഞ പൂക്കൾ നിൽക്കുന്ന അടിപൊളി ഒരു പ്ലാന്റാണിത്. സിങ്കോണിയം വെറൈറ്റീസിനെയാണ് ഇങ്ങനെ ടവർ പോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണാൻ സാധിച്ചൊരു വെറൈറ്റി പ്ലാന്റാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ മുന്നേ വീടുകളിലൊക്കെ പൂച്ചവാലെന്ന് പറഞ്ഞിട്ടൊരു മരത്തിൽ ഇതുപോലെ ഫ്ലവർ വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വള്ളി ടൈപ്പാണ്, ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് തന്നെയാണിത്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല രസത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകൾ കാണാനുണ്ട്. കുറേ വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സുകളൊന്നുമില്ല, ഉള്ള വെറൈറ്റീസ് നന്നായിട്ട് ലെങ്തി ആയിട്ട് തന്നെ വളർത്തിയെടുത്തിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ്. ഇത് നിറയെ റെഡ് ഫ്ലവർ വന്ന് നിൽക്കുന്ന നല്ലൊരു ബിഗോണിയ വെറൈറ്റിയാണ്. ഇത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോർമലി പോട്ടിലും ഇത് സെറ്റ് ചെയ്ത് വെക്കാം. നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലെ സിറ്റ് ഔട്ടിലെ ഗാർഡൻ വിശേഷങ്ങൾ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംപേഷ്യൻസ്, അതുപോലെ നല്ല ഇതാണ്ടോ ബോർഡർ ഗ്രാസ്, ഫേണ്, എന്ത് ലുക്ക് ഉണ്ട് കാണാൻ. അപ്പോൾ നമുക്കിനി താഴെ കുറച്ചുകൂടെ പുറത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത്ര ലെങ്തി ആയിട്ട് ഹാങ് ചെയ്ത് വന്നിരിക്കുന്ന ഈ പ്ലാന്റ് ഏതാണെന്നറിയോ? ഇത് ബേബി ടിയേഴ്സ് ആണ്. നമ്മൾ ടേർട്ടിൽ വൈനൊക്കെ ഹാങ് ചെയ്ത പോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല ലെങ്തി ആയിട്ട് തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് പെന്നി വേർട്ട്, ഇതും ഇതുപോലെ അടിപൊളിയായിട്ട് എന്ത് ലുക്ക് ഉണ്ട് കാണാനല്ലേ. അടിപൊളിയായിട്ട് നല്ല ലെങ്തി ആയിട്ട്. ഇത് ഏകദേശം ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് ഇത് നിൽക്കുന്നത്. പിന്നെ അതൊന്ന് കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്രയും ലെങ്തി ആയിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിന് ഇത്രമാത്രം ലുക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സംഭവം നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. മുന്നേ മിക്ക വീടുകളിലും മതിലിന് ചുറ്റിനൊക്കെ ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ റോപ്പിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ടവർ പോട്ട് ചെയ്തുകൊണ്ട് എത്ര ലുക്കിലാണിത് നിൽക്കുന്നതെന്ന് അറിയോ. അതിൽ ആ വൈറ്റ് ഫ്ലവറിൽ റെഡ് കുഞ്ഞു ഫ്ലവറും കൂടെ വന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഏതൊരു പ്ലാന്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് ആ പ്ലാന്റിൻ്റെ ഭംഗി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ തോന്നിയ പോലെ ഇഷ്ടം പോലെ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് പ്ലാന്റ് നട്ട് വെറുതെ മണ്ണിലൊക്കെ കുഴിച്ചിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അത് വൃത്തിയില്ലാതിരിക്കും. എന്നാൽ നല്ല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു പ്ലാന്റും ലുക്കായിട്ട് തന്നെ നമ്മളെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വരും. ഈ ഇവിടെ മുറ്റത്ത് സൈഡിലൊക്കെ നോർമലി വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ കലാഞ്ചിയ പ്ലാന്റിൻ്റെ ചുറ്റിനും കുഞ്ഞു ഫേൺസുകളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ലൊരു ഗ്രീനിഷ് ആയിട്ട് ആ ഫേൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഫേൺ ഉണ്ടല്ലോ ഇവിടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞങ്ങ് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ചെറിയൊരു കഷ്ണം എവിടെ വീണിട്ടുണ്ടെങ്കിലും അതവിടെ പിടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
ഈ ടേർട്ടിൽ വൈൻ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെറിയ 7-അപ്പിൻ്റെ ചെറിയ ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വെള്ളത്തിലാണ് ആ പ്ലാന്റ് അങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീട്ടിലെ ഗാർഡൻ വിശേഷങ്ങൾ. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡൻ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ഹോം ടൂറുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഗാർഡൻ വിശേഷങ്ങളും ഗാർഡൻ ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ലഭിക്കാൻ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ ഗാർഡൻ എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഗാർഡൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സുകളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. പരമാവധി ഞാൻ അതിന് റിപ്ലൈ നൽകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.